ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പറയുന്നത്. തേങ്ങയും ഇത്തിരി ശർക്കരയും ഉണ്ടെങ്കിൽ നമുക്കത് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേഗം തന്നെ വീഡിയോയിൽ കിടക്കാം. ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഫ്രഷായിട്ട് തിരുമിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അര കപ്പ് ശർക്കര, പിന്നെ ഏലക്കപ്പൊടി, നെയ്യ്, ഇത്രയാണ് ആവശ്യം. ഇനി ഒരു പാനിലേക്ക് ഈ ശർക്കരയും അതിൻ്റെ പകുതി വെള്ളം, അതായത് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇതത്തെ ശർക്കരയും വെള്ളമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി അതൊന്ന് അലിഞ്ഞ് വന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണ വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പരുവത്തിലായി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഒരു 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പം കുട്ടികൾക്കായിട്ടുള്ളതുകൊണ്ട് ഒത്തിരി നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം വെച്ചാൽ നമ്മുടെ തേങ്ങയിൽ, ഫ്രഷായിട്ട് തേങ്ങയിൽ എണ്ണയുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാനിപ്പം നെയ്യ് ചേർത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഈ വെള്ളമൊക്കെ, തേങ്ങയിലെ വെള്ളമയവും നമ്മുടെ ശർക്കര വെള്ളമയവും ഒക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ സോട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതിലിപ്പം ഞാനിപ്പം വേറെ ഒന്നും ചേർക്കുന്നില്ല, ഇത്ര മാത്രമേ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ അല്പം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സോ ഈന്തപ്പഴമോ ഡേറ്റ്സോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇത് മാത്രമായിട്ടാണ് ഒരു ഗോൾഡൻ കളറിലോട്ട് വരത്തക്ക രീതി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഇപ്പോൾ തേങ്ങയുടെ കളർ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഗോൾഡൻ കളറിലോട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് ഒരു ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ വരെ നമുക്ക് വരണം, എങ്കിലേ അത് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഇത്രയും ആയപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ തേങ്ങ ഒന്നുകൂടെ കരിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ആ ചൂടൊക്കെ ഒന്ന് ആറ്റുന്ന രീതിയിൽ ഒന്ന് മാറ്റി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഉരുട്ടാം കേട്ടോ. അല്പം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഒരു ഉരുളയായിട്ട് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ബോൾസൊക്കെ ഞാൻ ഇപ്പോൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അത് ചേർക്കാം, നട്ട്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ കുട്ടികൾക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.